പ്രിയങ്ക വയനാട്ടിലെ MP ആയതിനു ശേഷം സോണിയാഗാന്ധിയുടെ ശൗര്യം ഒന്നുകൂടി. BJPയെയും സംഘപരിവാറിനെയും ആഞ്ഞടിച്ചുകൊണ്ടാണ് ഇപ്പോൾ സോണിയാഗാന്ധി നിരത്തിലേക്ക് ഇറങ്ങുന്നത്. രാജ്യത്ത് ഗാന്ധിജിയുടെ പൈതൃകം പോലെ ഭീഷണിയിലാണ് എന്നാണ് ഇപ്പോൾ സോണിയാഗാന്ധി പറയുന്ന കാര്യമെന്ന് പറയുന്നത്. BJPയും വലതുപക്ഷത്തെയും ലക്ഷ്യമിട്ടുകൊണ്ടാണ് സോണിയ തന്റെ അഭിപ്രായം വലിയ രീതിയിൽ തന്നെ പങ്കുവച്ചത്. കേന്ദ്രത്തിൽ അധികാരത്തിലുള്ളവരിൽ നിന്നും അവർക്ക് പിന്തുണ നൽകുന്നുവെന്ന ആശയങ്ങളിൽ നിന്നും സംഘടനകളിൽ നിന്നും ഗാന്ധിയുടെ പൈതൃകം ഭീഷണിയിലാണ് എന്നാണ് സോണിയ ആരോപിക്കുന്നത്. ഇത് BJPയെ ഊന്നിക്കൊണ്ട് തന്നെ പറയുന്ന കാര്യമാണ്. BJPയെയും RSSനെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സോണിയ നടത്തിയിരിക്കുകയാണ് മറ്റൊരു വിമർശനം. പ്രിയങ്ക MP ആയതിനു ശേഷം സോണിയയും കുറച്ചുകൂടി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന സാഹചര്യമാണ് പലതവണ നമ്മൾ കണ്ടത്. ഇപ്പോഴിതാ വീണ്ടും RSSനെയും സംഘപരിവാറിനെയും ആഞ്ഞടിച്ചിരിക്കുകയാണ്. ഈ സംഘടനകൾ ഒരിക്കലും നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല, മഹാത്മാഗാന്ധിയെ കഠിനമായി എതിർത്ത ആളുകളാണ് RSS BJP എന്നാണ് സോണിയാഗാന്ധി ഇതിനോടകം തന്നെ പറയുന്നത്. അദ്ദേഹത്തിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച മോശം അന്തരീക്ഷം സൃഷ്ടിച്ചതും ഈ BJP തന്നെയാണ്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൊലയാളികളെ അവർ മഹത്വവൽക്കരിക്കുന്നു എന്നും സോണിയ പറഞ്ഞു. വലിയ രീതിയിലുള്ള ഒരു പരാമർശമാണ് നടത്തിയിരിക്കുന്നത്. രാജ്യത്തുടനീളമുള്ള വിവിധ സ്ഥലങ്ങളിലെ ഗാന്ധിയൻ സ്ഥാപനങ്ങൾ ആക്രമണത്തിനിരയായി എന്നും സോണിയ ഇതിനോടകം തന്നെ ചൂണ്ടിക്കാട്ടി. ഈ ശക്തികളെ നേരിടാനുള്ള നമ്മുടെ ദൃഢനിശ്ചയം പുതുക്കുക എന്നത് തന്റെ പാർട്ടിയുടെ കടമയാണെന്നും അവർ വ്യക്തമാക്കി. ഒരു നീണ്ട കാലത്തിന് ശേഷമാണ് വീണ്ടും സോണിയാഗാന്ധി RSSനെയും BJPയെയും വലിച്ചു കീറിക്കൊണ്ട് ഒരു പ്രസംഗം നടത്തുന്നത്. ഇന്ന് മഹാത്മാഗാന്ധിയുടെ പൈതൃകം സംരക്ഷിക്കാനും നിലനിർത്താനും പ്രോത്സാഹിപ്പിക്കാനും നാം സ്വയം സമർപ്പിക്കുന്നു. നമ്മുടെ പ്രചോദനത്തിന്റെ അടിസ്ഥാന സ്രോതസ്സായി അദ്ദേഹം ഇന്നും ഉണ്ടായിരുന്നു എന്നാണ് സോണിയ പറഞ്ഞത്. ഇനി അത് തുടരുമെന്നും സോണിയ പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനെയും BJPയെയും പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള പ്രതികരണങ്ങളായിരുന്നു കോൺഗ്രസ് നേതാക്കൾ ബെലാഗാവിൽ നടത്തിയിരുന്നത്. അതിൽ ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു സോണിയാഗാന്ധിയുടെ പ്രസംഗം എന്ന് പറയുന്നത്. അക്ഷരം പ്രതി BJPയെയും സംഘപരിവാറിനെയും ഏറ്റവും കൂടുതൽ താഴ്ത്തിക്കെട്ടുന്ന രീതിയിലായിരുന്നു സോണിയാഗാന്ധിയുടെ പ്രസംഗം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലെയുള്ള എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളിലും പിടിച്ചെടുക്കാനാണ് BJP ആഗ്രഹിക്കുന്നത് എന്ന് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിലാണ് ഇക്കാര്യം ആരോപിച്ചത്. പക്ഷേ ഞങ്ങൾ ഇനിയും പോരാടും എന്നുള്ള ഉറച്ച തീരുമാനത്തോടെയാണ് മല്ലികാർജുൻ ഖാർഗെ രംഗത്തെത്തിയത്. നെഹ്റു ഗാന്ധി പ്രത്യാശാസ്ത്രത്തിനും ബാബാ സാഹിബ് അംബേദ്കറുടെ ബഹുമാനത്തിനും വേണ്ടി അവസാന ശ്വാസം വരെ പോരാടും എന്നായിരുന്നു മല്ലികാർജുൻ ഖാർഗെ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. അത് തന്നെയാണ് അവർ തുടരാൻ ആഗ്രഹിക്കുന്നത് എന്നും പറഞ്ഞു. എത്ര നാൾ പോരാടിയാലും എത്ര നാൾ പോയാലും ശരി തന്നെ BJP ഇനി വളരാൻ അനുവദിക്കില്ല. അവർക്ക് വേണ്ടി ജീവൻ പോകുന്നതുവരെ പോരാടും എന്നുള്ള ഉറപ്പുകൂടിയാണ് മല്ലികാർജുൻ ഖാർഗെയും ഇതിനോടൊപ്പം തന്നെ തരുന്നത്. അതോടൊപ്പം തന്നെ നിൽക്കുന്ന സോണിയാഗാന്ധിയുമാണ് നമ്മൾക്കിപ്പോൾ കാണാനും കഴിയുന്നത്.